എന്തുകൊണ്ടാണ് മോഹൻ ബഗാൻ്റെ ആ ഒരു ലെവലിലേക്ക്, മോഹൻ ബഗാനെ പോലെ ഒരു മികച്ച ക്ലബിൻ്റെ ആ ഒരു ലെവലിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് ഉയരുവാൻ സാധിക്കാതെ നിങ്ങളെപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ISL നിലവിലൊരു 11 സീസൺ കടന്നു പോയിട്ടുണ്ട്. ഈ 11 സീസണിൽ ആദ്യത്തെ ഒരു 6 സീസൺ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോഹൻ ബഗാൻ എന്ന് പറയുന്ന ഒരു ക്ലബിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷേ അതിനു മുമ്പ് ATK എന്ന് പറയുന്ന കൊൽക്കത്തൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലബ്ബായിരുന്നു ISL ഉണ്ടായിരുന്നത്. ഈ കൊൽക്കത്തൻ ഓറിയൻറ്റഡ് ക്ലബ്ബുമായിട്ട് മെർജ് ചെയ്താണ് മോഹൻ ബഗാൻ ISLിലേക്ക് വരികയും അങ്ങനെ ഒരുപാട് നെയിംസ് മാറ്റിക്കൊണ്ട് നിലവിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻറ്റ് എന്ന് പറയുന്ന ക്ലബ്ബായി മാറിയിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും അവരുടെ ലെഗസി എന്ന് പറയുന്നത് വലിയ തന്നെയാണ്. അവർക്ക് നല്ലൊരു ഹിസ്റ്ററി തന്നെയുണ്ട്. മോഹൻ ബഗാൻ എന്ന് പറയുന്ന ടീം ISL മാത്രമല്ല ഇന്ത്യൻ ഫുട്ബോളിലെ തന്നെ ഒരു മികച്ച ടീമുകളിൽ ഒന്നാണ്. അത് മാത്രമല്ല അവരുടെ നിലവിലെ ഒരു ഗ്രേറ്റ്നെസ്സിന് കാരണമെന്ന് പറയുന്നത് അവർക്കൊരു നല്ല സ്ട്രോങ് മാനേജ്മെൻറ്റ് ഉണ്ട് എന്ന് പറയുന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയാം ISLൻ്റെ 9ാം സീസണിൽ അന്റോണിയോ ലോപ്പസ് അബാസിൻ്റെ ഒരു ചെറിയൊരു മോശം പ്രകടനം, അത് കോച്ച് എന്ന നിലയിൽ ഒരു ചെറിയ മോശം പ്രകടനം കാരണം അദ്ദേഹത്തെ സാക്ക് ചെയ്തുകൊണ്ട് FC ഗോവയുടെ പരിശീലനമായിട്ടുണ്ടായിരുന്ന യുവാൻ ഫെറാണ്ടോയെ ടീമിലേക്ക് അവരെത്തിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ആ സീസണിലെ ജേതാക്കൾ, അതായത് ട്രോഫി വിന്നേഴ്സ് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് 10ാം സീസണിൽ യുവാൻ ഫെറാണ്ടോ ആദ്യത്തെ ഒരു 5 മത്സരം തുടർ ജയിച്ചെങ്കിൽ പോലും പിന്നീട് വന്നൊരു 3 മത്സരത്തിൽ അടുപ്പിച്ച് തോറ്റു എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് അടുപ്പിച്ച് 3 മത്സരത്തിൽ മാത്രം മോശം പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് തന്നെ തങ്ങൾക്ക് ട്രോഫി നേടിത്തന്ന പരിശീലകനാണ് എന്നൊരു കൺസിഡറേഷൻ പോലും കൊടുക്കാതെ അദ്ദേഹത്തെ ടീമിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയുള്ള ഒരു സ്ട്രോങ് മാനേജ്മെൻറ്റ്, അതായത് മുഖം നോക്കാതെ തീരുമാനമെടുക്കുന്ന ഒരു സ്ട്രോങ് മാനേജ്മെൻറ്റ് തന്നെ അവർക്കുണ്ട് എന്നുള്ളതാണ് മെയിൻ കാര്യം. അതുമാത്രമല്ല അവരുടെ സ്പോർട്ടിംഗ് ഡയറക്ടർ ആവട്ടെ, അവർ റിക്രൂട്ട് ചെയ്യുന്ന പ്ലേയേഴ്സ് ആവട്ടെ, കോച്ചസ് ആവട്ടെ, എല്ലാത്തിനും അതിന് ആ ഒരു ക്വാളിറ്റി അവർ കീപ്പ് ചെയ്യുന്നുണ്ട് എന്നതാണ് അത് ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കുന്ന ഓരോ പ്ലേയേഴ്സും മികച്ച പ്ലേയേഴ്സ് തന്നെയാണ്, അല്ലെന്നല്ല. പക്ഷേ അവർ കേരള ബ്ലാസ്റ്റേഴ്സാണ് ISL ഏറ്റവും കൂടുതൽ പരിശീലകരെ മാറ്റി പരീക്ഷിച്ച ടീമെന്ന് പറയുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചോളം കേരള ബ്ലാസ്റ്റേഴ്സ് നിലനിന്ന് പോയ, അതായത് 3 വർഷത്തോളം നിലനിന്ന് പോയ ഒരേ ഒരു പരിശീലകൻ മാത്രമേ ഉള്ളൂ, അത് ഇവാൻ വുക്കോമനോവിച്ച് എന്ന പരിശീലകൻ മാത്രമാണ്. മറ്റുള്ള പരിശീലകന്മാരെല്ലാം ഒരു സീസണിൻ്റെ പകുതി വെച്ചോ അല്ലെങ്കിൽ ഒരു സീസൺ എൻഡിൽ വെച്ചോ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീം പുറത്താക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പലപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് 4-5 മത്സരങ്ങൾ മാത്രം അവശേഷിക്കുമ്പോഴായിരിക്കും ഒരു പരിശീലകനെ ടീമിൽ നിന്ന് പറഞ്ഞു വിടുന്നത്. ഈ ഒരു സാഹചര്യം ആയതിനാൽ തന്നെ ആ ഒരു സീസൺ കംപ്ലീറ്റ്ലി തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പോവുകയാണ്. കാരണം 4-5 മത്സരം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അത് ജയിച്ചാൽ മാത്രം ഫുള്ള് ആ ഒരു 5 മത്സരം ഫുള്ള് ജയിച്ചെങ്കിൽ മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു ആ സീസണിലെ പ്ലേ ഓഫിൽ കടക്കുവാനായിട്ടൊരു സാധ്യത കാണിക്കുന്നുള്ളൂ. സോ അതിനാൽ തന്നെ കംപ്ലീറ്റ്ലി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സാധ്യതകൾ അടച്ചു മൂട്ടുന്ന തരത്തിലുള്ള മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷൻസാണ് പലപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിന് പിന്നെ ആയിക്കൊണ്ടിരിക്കുന്നത്. സോ അതിനാൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് കുറച്ചുകൂടി മെച്ചപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സിന് മോഹൻ ബഗാൻ്റെ ലെഗസി, അതായത് ഗ്രേറ്റ്നെസ്, അതായത് ഹിസ്റ്ററിയിലേക്ക് എത്താൻ പറ്റുമെന്നല്ല, ബട്ട് മോഹൻ ബഗാൻ്റെ നിലവിലുള്ള ഒരു ലെവലിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനും എത്തുവാനായിട്ട് സാധിക്കുന്നതാണ്.